Yes. Manjari Chichi, Hi, Sharat sir, Paru. Shanika. How are you? Good. Guys? Good, We are good. good, Paru. Appa We are da? looking stunning. Thank you. പക്ഷെ പാറു ഇവിടെ ഒരു ചെയർ ഇങ്ങനെ അവിടെ വരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. Yes. Oh. ഭയങ്കര ഇൻട്രൊഡക്ഷന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ മലയാളികൾക്ക് മധുരമുറുന്ന ഒരുപാട് ആയിരക്കണക്കിന് ഗാനങ്ങളാണ് ആ പാട്ടുകാരൻ നമുക്ക് Oh, സമ്മാനിച്ചിട്ടുള്ളത്. wonderful, wonderful. ഒരു Wow. വലിയ സംഗീത കുടുംബത്തിൽ നിന്നാണ് വന്നത്. ഇനി പറയേണ്ട കാര്യമില്ല. ഇല്ല, എന്നാലും ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറയൂ. ഇന്ത്യൻ സംഗീത ലോകത്തില് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ആ കലാകാരൻ ശരത് സാറിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. നമ്മൾ ഈ ഒരു എപ്പിസോഡുകളിൽ നമ്മൾ ആളെ കുറിച്ച് സംസാരിക്കാത്ത എപ്പിസോഡുകൾ തന്നെ ഇല്ല. അതെ, അതെ. ഇനി ഒരുപാട് ഇൻട്രൊഡക്ഷന്റെ വേണ്ട, ആവശ്യമില്ല. ഏത് എപ്പിസോഡാണെങ്കിലും ഇദ്ദേഹത്തിന്റെ ഒരു പാട്ട് പാട്ടുണ്ട്. അപ്പൊ നിങ്ങക്ക് മനസ്സിലായി. പിന്നെ. നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട MG ശ്രീകുമാർ. Wow. Wow. അണ്ണോ വാങ്ങണ്ണോ. സർ, നമസ്കാരം. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ സീനിയർ. താങ്ക് യു സോ മച്ച്. ഓൾറെഡി ഒരു തവണ വന്ന് സാറ് നമ്മളൊക്കെ ഷോക്ക് ആക്കിയിട്ടാണ് ഇവിടുന്ന് പോയത്. പ്രത്യേകിച്ച് ശരത് സാറിനെ ശരത് സാറിനെ എന്താക്കിയെന്ന് ഷോക്ക് ആക്കിയിട്ടാണ് ഞാൻ കേട്ട ഷോക്കാക്കിയെന്ന് കേട്ടു. ഈശ്വരാ, പ്രശ്നമായല്ലോ. ഇത് ഞാൻ ഇങ്ങനെ മാറ്റി കൊണ്ടുവരായിരുന്നു ശരത് സാറിന്റെ അടുത്തുനിന്ന്. ഇപ്പൊ സാറുകൂടെ വന്നപ്പോ പൂർത്തി. എന്തായാലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം വേറൊന്നുമല്ല, ഞാൻ ഈ പ്രോഗ്രാം കാണാറുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കണ്ടൻസൻസും അതുപോലെ തന്നെ ഓർക്കസ്ട്രയും. പിന്നെ പറയണോ, ഈ 3 പേരും, അതിൽ അണ്ണാച്ചി ഒരുപോലെ ഒരേ ട്രെയിനിൽ യാത്ര ചെയ്യാണ്. അതുപോലെ ഷാന്റെ എത്രയോ പാട്ടുകൾ പാടി. പിന്നെ മഞ്ചരിയെ പറ്റി പറയേണ്ട കാര്യമില്ല. ആദ്യമായിട്ട് ഞാൻ കാണുന്നത് മസ്കറ്റിലാണ്. അതെ സർ. അൽഫലാജ് ഹോട്ടലിൽ പാടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മഞ്ചരിയുടെ തുടക്കത്തിലുള്ള എല്ലാ പ്രോഗ്രാംസും എന്റെ കൂടെ ആയിരുന്നു. അതെ അതെ. പിന്നാണ് പിണക്കമാണോ എന്നുള്ള പാട്ട്. അതെ സർ. അതെ. പിന്നെ അമൃതയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ തുടക്കം തൊട്ട് ട്രിവാൻഡ്രത്ത് ഇത് തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ അമൃതയുടെ ഒരു അന്തേവാസിയാണ്. അങ്ങനെ ഒരുപാട് ഓർമ്മകളാണ്. കാരണം കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പ് വരെ ഞാൻ പറയാം നേടാം, പാടാം നേടാം ഒത്തിരി പ്രോഗ്രാംസ് ചെയ്തിരുന്നു. സോ ഇത് എൻ്റെ ഫാമിലി തന്നെയാണ്. തിരിച്ച് ഞാൻ ഇങ്ങോട്ട് വരുന്നു. എനിക്ക് ഈ പ്രോഗ്രാം വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇതിനകത്ത് പാടുന്ന എക്സലന്റ് സിംഗേഴ്സ് ഉണ്ട്. പിന്നെ ഓർക്കസ്ട്ര, ഇവരെല്ലാരും കില്ലാടികളാണ്. എല്ലാരും വന്ന് എന്നെ ടോപ്പ് ആക്കിയിരുന്നാലും ഞാൻ ഇപ്പൊ സൂപ്പർ സ്റ്റാർ. അപ്പൊ പ്രേക്ഷകരെ, ഇനി മുതലേ സാർ MG സാർ നമ്മുടെ കൂടെ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ ജേർണിയിൽ ഫുൾ നമ്മളുടെ കൂടെ ഇനി സാർ. താങ്ക് യു. ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് പ്രൗഡ് മൊമെന്റ് ആണ് നമുക്ക് എല്ലാവർക്കും. കാണുന്ന പ്രേക്ഷകർക്കും അത് ഭയങ്കരമായിട്ടുള്ള ഒരു അഭിമാന നിമിഷമാണ് അവർക്ക് എല്ലാവർക്കും. അണ്ണാച്ചിയായിട്ടുള്ള എൻ്റെ ഒരു സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം 8 കൊല്ലത്തോളം റിയാലിറ്റി ഷോയിലിരുന്ന് ഗിന്നസ് ബുക്കിൽ പേര് വരുത്തിയ ആളുകളാണ്. അപ്പൊ എന്തുമാത്രം ഒരു അടുപ്പം ഉണ്ടെന്നുള്ളത് നമ്മൾ അത് പറയേണ്ട കാര്യമില്ല. അണ്ണനെ ഒന്ന് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. ഞാൻ അണ്ണനെ നോക്കിയ അണ്ണന് മനസ്സിലാവും അല്ലേ? ഞങ്ങൾ പേപ്പറിൽ എഴുതാറില്ല. കാരണം ഒരു കുട്ടി പാടുമ്പോഴത്തേക്ക് ഒരു സ്ഥലം വരുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മൾ 2 രൂപ ഞാൻ നോക്കത്തില്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ അത് കറക്റ്റ്. അത് കുറേ സന്തോഷം. അതുപോലെ മാത്രമല്ല, ആ ഒരു ഫാമിലി ആയിട്ട് തന്നെ എനിക്ക് വല്ലാത്ത അടുപ്പമുള്ള MG രാധാകൃഷ്ണൻ ചേട്ടനാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട അണ്ണാച്ചി ആണെങ്കിലും ഇതിൻ്റെ നമ്മുടെ ചെക്കൻ ഹരി ആണെങ്കിലും ഒക്കെ ആ ഫാമിലി മൊത്തത്തിൽ എനിക്ക് കുറെ അടുപ്പമുള്ള ആളുകളാണ്. അണ്ണാച്ചിയുടെ കണ്ണൂർ രാജമാഷയുടെ അല്ലേ ഞാൻ എല്ലാ പാട്ടുകളും ചിത്രത്തില് അവിടെ എത്ര പാട്ടുകളാണ്. നിമിഷം, സുവർണ്ണ നിമിഷം, അതുകൊണ്ട് എത്രയോ മനോഹരമായിട്ടുള്ള പാട്ട്. പിന്നെ ഇളമഞ്ഞിൻ, അത് ആക്ച്വലി എൻ്റെ ഗാനമേളയാണത്. ആ പാട്ട് ഞാൻ പാടുകയാണ് അവിടെ. അപ്പോഴാണ് ഈ ഷൂട്ടിങ് നടക്കുന്നതെല്ലാം കംപ്ലീറ്റ്. അങ്ങനെ ഒരുപാട് ബന്ധങ്ങളാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ വൈഫ് സീത, മോള്, എല്ലാരും ഇവരൊക്കെ എൻ്റെ വളരെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരുടെ കൂടെ ഇരിക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷം. അതുപോലെ അമൃത TVക്കും ഒരുപാട് നന്ദി പറയുന്നു. വേറൊന്നുമല്ല, ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോ തുടങ്ങി 3 മാസം കഴിഞ്ഞിട്ടും വീണ്ടും അതിന്റെ കൂട്ടത്തിൽ എന്നെ കൂടെ ചേർത്തതിൽ നന്ദി പറയുന്നു. കാരണം ഞാൻ വരാൻ കാര്യം, മെയിൻ ആയിട്ടുള്ള കാര്യം, ദിസ് ഇസ് എൻ എക്സലന്റ് പ്രോഗ്രാം. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇതാരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് വാച്ച് അമൃത സൂപ്പർ സ്റ്റാർ സീനിയർ. നമുക്ക് അണ്ണനെ പിടിച്ച് ആങ്കർ ആക്കിയാലോ? ഇല്ല, ഞാൻ മതിയായിരുന്നു. പാറു പെട്ടിയും കിടക്കെടുത്ത് പോണ്ടി വരും തോന്നുന്നു. സതീഷേട്ടൻ പറഞ്ഞു ഈ ഷെഡ്യൂളും കൂടെ നിന്നോളെ.
ഓക്കെ, മഞ്ജരി ചേച്ചി. എനിക്ക് എൻ്റെ ഗുരുക്കന്മാരോടൊപ്പം എപ്പോഴും ഒരു വേദി പങ്കിടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. അപ്പം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല സാറോടൊപ്പം ഇങ്ങനെ ഒരു ജഡ്ജിങ് പാനലിൽ ഇരിക്കാൻ സാധിക്കും എന്നുള്ളത്. കാരണം നമ്മൾ എത്രയോ ഇപ്പം നമ്മളെ പോലെ ഇപ്പം നിങ്ങൾ വേറെ ജനറേഷനാണ്. ഞാനും ഓരോ പാട്ട് പാടുമ്പോൾ സാറ് എനിക്ക് തന്നിരിക്കുന്ന അഡ്വൈസ്, പഠിപ്പിച്ച് തന്നിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഇന്ന് ഈ ഒരു വേദിയിൽ, ഈ ഒരു സൂപ്പർ സ്റ്റാർ സീനിയറിൽ MG സാർ നമ്മളോടൊപ്പം ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുമ്പം ഞാൻ ശരിക്കും ഐ എം റിയലി ബ്ലെസ്ഡ്. കാരണം മറ്റൊന്നും ഇതിൽ പറയാനില്ല. റിയലി ബ്ലെസ്ഡ് മൊമെൻ്റ് ആണ്. സാറിനോടൊപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടിയുണ്ട്. പിന്നെ കുട്ടികളെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. കാരണം നിങ്ങളുടെ ഭാവി വളരെ സുരക്ഷിതമായി എന്ന് തന്നെ ധരിച്ചോളൂ. കാരണം സാർ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങൾ ആസ് എ സിംഗർ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് ബിഗിൻസ്. അപ്പൊ ദാ കുറെ നാളുകൾക്ക് ശേഷം ശരത് സാറിനെയും MG സാറിനെയും ഒന്നിച്ച് ഒരു ജഡ്ജിങ് സീറ്റിൽ നമ്മൾ കാണാൻ പോകണം. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് പ്രേക്ഷകർക്ക് പക്ഷെ ഞാൻ എല്ലാവർക്കും ഈ ഇതിന്റെ ഇവര് രണ്ടുപേരുടെ ഇടയിലുണ്ട്. ആണല്ലേ? ഒരു ചൈന വാള്. പക്ഷേ ഞെരുങ്ങും. റെഡിയാണോ? ഞാൻ റെഡിയാണ്. ഓക്കെ, കാരണം ഇവരെന്താണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് കേൾക്കണം. എന്നിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി സൂപ്പർ സ്റ്റാർ സീനിയറിൽ 3 ജഡ്ജസ് അല്ല 4 ജഡ്ജസ്. അപ്പൊ നമ്മള് പൊളിക്കും സാർ. എനിക്ക് ഒരു ബ്ലെസ്സിങ് വേണം സാറിന്റെ. സോപ്പ്, ചീപ്പ്, കണ്ണാടി ഇത്യാദി. അല്ലെ, ഈ ബ്ലെസ്സിങ്സ് വാങ്ങിച്ച പെട്ടെന്ന് എന്റെ മനസ്സിൽ തോന്നിയത് നല്ലൊരു വിവാഹം നടക്കട്ടെ. എനിക്ക് അങ്ങനെ തോന്നി. ഇവരെല്ലാരും എന്നെ കെട്ടിച്ചൂടാൻ നോക്കാം സാർ. അല്ല, ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി. ഈ കാലിൽ വന്ന് വീണപ്പം പെട്ടെന്ന് തോന്നി എനിക്ക് വെറ്റിലെ അടക്ക ഉണ്ടോ, അതിന്റെ കൂട്ടത്തിൽ ഒരു 100 രൂപ കൂടെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നി. സാർ പക്ഷെ ചെക്കനില്ല സാർ, തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണോ പാട്? അല്ല നമ്മള് ചെക്കന്റെ കാര്യം കൂടെ നമ്മളൊന്ന് ആലോചിക്കണല്ലോ. അല്ല, അണ്ണനെ എനിക്ക് മനസ്സിലായി. അണ്ണൻ മനസ്സിലുള്ളത് കാര്യം എല്ലാരും അനുഭവിക്കട്ടെ എന്നാണ് അണ്ണന്. എന്നാ ഇരിക്കട്ടെ. അല്ല, അണ്ണാച്ചിയുടെ കാര്യം ഞാൻ പറയാം. സാർ ഞങ്ങൾക്ക് അറിയണം സാർ. വേറെ ഒന്നുമില്ല. ഇതിപ്പോ എന്റെ വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടുത്ത് പറഞ്ഞു അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. മറ്റേതൊന്നുമില്ല, ഒരു നോട്ടങ്ങൾ അങ്ങോട്ട് വെച്ചു കൊടുക്കും. ഒറ്റ നോട്ടത്തിൽ അണ്ണാച്ചി ഉരുകി, വെണ്ണ പോലെ ഉരുകി. ഇങ്ങനെ വേണോ? വേണ്ട, മതി. ഞങ്ങളുടെ ഉരുകി വീണ് ഞാൻ വഞ്ഞ അങ്ങട് ഇങ്ങോട്ട് വെൽക്കം അണ്ണ. വെൽക്കം വെൽക്കം ചേട്ടാ, വെൽക്കം. താങ്ക് യു. അപ്പോ MG സാറും സീറ്റിൽ ഇരുന്നിരിക്കുകയാണ്. നമുക്കിനി എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ ജഡ്ജിങ് പാനൽ നോക്കൂ. സൂപ്പർ. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോ പുതിയ ഷെഡ്യൂൾ ആണ്. ഏതൊക്കെ റൗണ്ട്സ് ആണെന്നൊക്കെ അറിയണ്ടേ? ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം തോന്നും അല്ലേ? നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പാടും, അപ്പൊ തന്നെ നമ്മുടെ ലിസ്റ്റിലേക്ക് എടുത്തിടും. അങ്ങനെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന പാട്ടുകളുണ്ട്. അങ്ങനത്തെ കുറെ പാട്ടുകളാണ് നമ്മുടെ കുട്ടികൾ പാടാൻ പോകുന്നത്. റൗണ്ടിന്റെ പേര് സോങ്സ് ഓഫ് ജോയ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് റൗണ്ട്. രണ്ടാമത്തെ റൗണ്ട്. അങ്ങനെ കുറെ പാട്ടുകൾ നമുക്ക് സന്തോഷം തരുമെങ്കിൽ കുറെ പാട്ടുകൾ നമുക്ക് സങ്കടം തരും ഇല്ലേ? നമുക്ക് വിഷമം തോന്നുന്ന പാട്ടുകൾ, അത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. അങ്ങനത്തെ കുറെ പാട്ടുകൾ. ഓക്കെ, പാത്തോസ്. ഇവരെല്ലാരും പറഞ്ഞിരിക്കുന്നത് പാടി നമ്മളെയൊക്കെ കരയിക്കും എന്നാണ്. നമുക്ക് നോക്കാം. ആയിരിക്കും അല്ലേ? ഫാസ്റ്റ് സോങ് പാടിയിട്ട് കരയിക്കുമെന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. മഹാപോറായിട്ട് പാടിയാൽ മതി ഞങ്ങളെ കരയിക്കും. സോങ്സ് ഓഫ് ജോയ് പാടിയാലും ചിലപ്പോ നമ്മൾ കരയും. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് വിളിക്കാം. പാടാൻ വരുന്നു സോങ്സ് ഓഫ് ജോയ് റൗണ്ടിൽ നമ്മുടെ സ്വന്തം യശ്. గమవనిదగ రిగరి 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 సరి నిద మని మమ గమవనిదగమ
മഗരി മഗരി ധരി ധനി ധനി ധ പനി ധ പമ ധ പമ ഗ പമ ഗരി മഗരി ധ ഗ മ ഗ പ പനി പനി ധനി ധ ഗ ധ ഗ മ ഗ മ പ പ പ പ പ ഗ രി സ നി ധ പ മ ഗ രി മാനേ മലരമ്പൻ വളർത്തുന്ന കന്നിമാനേ മെരുക്കിയാൽ മേരുങ്ങാത്ത കസ്തൂരി മാനേ ഇണക്കിയാൽ ഇണങ്ങാത്ത മായ പൊന്മാനേ കുറുമ്പിന്റെ കൊമ്പ് കൊലുക്കുന്ന ചോല പെൺമാനേ തുള്ളി തുള്ളി തുളുമ്പുന്ന വമ്പുള്ള മാനേ ഇല്ലിലും കാട്ടിലെ മുള്ളുള്ള മേട്ടിലെ ആലിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാനേ പിടിച്ചു കെട്ടും കരളിലെ തടവറയിൽ കോപമോടെ മെല്ലെ മെല്ലെ മാറിടുന്ന മാൻകിടാവേ പിടിച്ചു കെട്ടും കരളിലെ തടവറയിൽ കോപമോടെ മെല്ലെ മെല്ലെ മാറിടുന്ന മാൻകിടാവേ അകത്തമ്മ ചമഞ്ഞാലും പരിഭവം ചൊരിഞ്ഞാലും അകത്തമ്മ ചമഞ്ഞാലും പരിഭവം ചൊരിഞ്ഞാലും നോക്കി നിൽക്കാൻ എന്തു രസം നിന്നഴകേ മാനേ കൊതിച്ചു പോയി കണ്ടു കണ്ടു കൊതിച്ചു പോയി വാർത്തിങ്കൾ നെഞ്ചിലേറ്റി മെയ്തലോടും സ്വർണമാനെ കൊതിച്ചു പോയി കണ്ടു കണ്ടു കൊതിച്ചു പോയി വാർത്തിങ്കൾ നെഞ്ചിലേറ്റി മെയ്തലോടും സ്വർണമാനെ കടവത്തു കണ്ടാലോ നീ കണ്ടുലഞ്ഞ ചെന്താമര കടവത്തു കണ്ടാലോ നീ കണ്ടുലഞ്ഞ ചെന്താമര തേനുറയും ചെമ്പനി നീർ പൂവഴക് മാനെ 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 മലരമ്പൻ വളർത്തുന്ന കന്നിമാനേ മെരുക്കിയാൽ മേരുങ്ങാത്ത കസ്തൂരി മാനേ ഇണക്കിയാൽ ഇണങ്ങാത്ത മായ പൊന്മാനേ കുറുമ്പിന്റെ കൊമ്പ് കൊലുക്കുന്ന ചോല പെൺമാനേ തുള്ളി തുള്ളി തുളുമ്പുന്ന വമ്പുള്ള മാനേ ഇല്ലിലും കാട്ടിലെ മുള്ളുള്ള മേട്ടിലെ ആലിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാനേ മാനേ
വെരി ബ്യൂട്ടിഫുൾ. ഗുഡ് ഗുഡ് ഗുഡ്. യെസ്, സൂപ്പർ. പക്ഷേ നമുക്ക് ഇവിടെ ഒരാളെ കുറെ നേരമായിട്ട് നമുക്കൊന്ന് ഇറക്കാണ്. അത് നല്ലൊരു കാര്യമായിരിക്കും. അതെ. അങ്ങനെ പൊങ്ങി വരൂ പ്ലീസ്. മാനെ വരൂ. അതായത് ഇപ്പോഴും എന്തിനാ വരണേന്ന്. ഇതാരാന്ന് ഞങ്ങളൊന്ന് പ്രേക്ഷകരൊന്ന് കാണട്ടെ. ഇതാരാണ് ഈ മുഖം മൂടിയിട്ട്? ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ ഇങ്ങനെ മാൻ മൂടിക്കെട്ടി നടക്കുന്നുണ്ട്. വല്ലാത്തൊരു കെട്ടായി. ഒന്ന് അഴിച്ചു കൊടുക്കും. മൂടൽമാൻ. അല്ല, പക്ഷേ പ്രേക്ഷകർക്ക് ആ ഒരു സസ്പെൻസ് അങ്ങനെ തന്നെ നിക്കട്ടെ എന്ന് പറയുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് യശ്. എം ജി സർ. യാഷ് വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പാട്ടുകാരനാണ്. അസൽ സിംഗറാണ്, ബ്യൂട്ടിഫുൾ സിംഗറാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് ഈ പാട്ട് പാടുമ്പോൾ നമ്മൾ ഈ പാട്ട് ദാസേട്ടൻ പാടിയിരിക്കുന്നത് നല്ല ടൈറ്റായിട്ടാണ് പാടിയിരിക്കുന്നത്. അത് ലൂസാക്കരുത്. ലൂസാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ടെമ്പോയും ബാക്കിയുള്ള അതിൻ്റെ ആ സ്ട്രക്ചർ ഒന്ന് ആടും. പക്ഷെ മോൻ അസലായിട്ട് പാടുന്നുണ്ട്. ചില സംഗതികളൊക്കെ ഒരു രക്ഷയില്ല, ഔട്ട് ഓഫ് ദ വേൾഡ് ആണ്. നന്നായിട്ട് പാടി. പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് ശ്രുതി അവിടെ ഇവിടെയൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഈ ലോവർ പോർഷൻ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ എന്ത് രസം എന്ന് പാടിയില്ലേ, അവിടെ കുറച്ചൊരു നമ്മൾ അടുത്ത റൗണ്ടിന്റെ ഭാവം വന്നു. അതൊന്ന് പാടിക്കത്. നോക്കി നിൽക്കാൻ എന്തു രസം. അതൊക്കെയാണ് ഞാൻ പറയുന്നത്. നോക്കി അതവിടെ നല്ല ഗ്രിപ്പായിട്ട് പാടിക്കേ, അടിച്ച് പാടിക്കേ. നോക്കി നിൽക്കാൻ എന്തു രസം നിന്നഴകേ. ഓക്കെ, കുഴപ്പമില്ല. ബാക്കിയെല്ലാം വളരെ നന്നായിരുന്നു. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. താങ്ക് യു സർ. ഷാനിക്ക, ആരൊക്കെയാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ? പാട്ട് കമ്പോസ് ചെയ്തത് രവീന്ദ്രൻ മാസ്റ്റർ സർ, പാട്ട് പാടിയത് KJ യേശുദാസ് സർ, വരികൾ കൈതപ്രം സർ, പടം അയാൾ കഥ എഴുതുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എഴുതിയതിന്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതെന്താന്നുള്ളത് ശരത്തേട്ടൻ പറയും, അത് പോയിന്റ് ഔട്ട് ചെയ്യും. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പാട്ട് അറേഞ്ച് ചെയ്തതും പ്രോഗ്രാം ചെയ്തതുമായിട്ടുള്ള ഒരു മനുഷ്യൻ ഇദ്ദേഹം. എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഭാഷ, ആ ഒരു ബോംബേഷ് സംഭവം ഇടയ്ക്ക് കയറി വരുന്നത് കൊണ്ടായിരിക്കാം. കാരണം ദാസർ അങ്ങനെയാണല്ലോ പാടി വെച്ചേക്കണം. അപ്പൊ അതിന് ചെറിയൊരു ഇത് മാത്രം. ബട്ട് അതർവൈസ് അടിപൊളിയായിട്ട് പാടി. ഇത് ചില്ലറ കാര്യമൊന്നുമല്ല ഈ പാട്ടെടുത്ത് വന്നിട്ട് പാടുക എന്നൊക്കെ പറയുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ് ആൻഡ് യശ് അടിപൊളിയായിട്ട് പാടുകയും ചെയ്തു കേട്ടോ. താങ്ക് യു സോ മച്ച് സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ശരത് സർ. യശ് സർ, മനോഹരമായിരുന്നു യശ്. താങ്ക് യു സർ. താങ്ക് യു സോ കാര്യം മച്ച്. എനിക്ക് ഈ ഒരു പാട്ടുമായിട്ടുള്ള കണക്ട് എന്ന് പറഞ്ഞ ഇത് രവീന്ദ്ര മാസ്റ്റർ അർദ്ധരാത്രി വിളിച്ച് പറഞ്ഞിട്ട് മോനെ നമുക്ക് നാളെ ആ പാട്ട് ചെയ്യണം അവിടെ. ഈ ഫിലിമിലെ 2 പാട്ടും അങ്ങനെ നമ്മൾ രവീന്ദ്ര മാസ്റ്ററിന് വീട്ടിൽ രാവിലെ 7 മണിക്ക് പോവുകയും 2 മണിക്കൂറിൽ പ്രോഗ്രാമിംഗ് തീർത്ത് രവീന്ദ്ര മാസ്റ്ററിനെ കേൾപ്പിച്ചു, മോനെ പോടാ റെക്കോർഡ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നേരെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്ത് അതിൻ്റെ അക്കോസ്റ്റിക്സ് ഒക്കെ ഒരു 11 മണി തൊട്ട് 1 മണി വരെ ചെയ്ത് അങ്ങനെ 2 പാട്ട്. ഇതിലെനിക്ക് ഇതും ഈ ഒരു പാട്ടും ആകാശത്താമരയാണെന്ന് തോന്നുന്നു. അപ്പോൾ യശേ മനോഹരമായിരുന്നു. പക്ഷെ ആ തുടക്കം നമ്മൾ ഒരു സ്വരം പാടിയപ്പോൾ ആ ഗാന്ധാരം എന്ന് പറഞ്ഞു ഗാന്ന് പറയുക കൃത്യമായാലും നല്ലത്, അതുപോലെ ആ മധ്യമവും. അപ്പോൾ അത് പെർഫെക്റ്റ് ആകുമ്പോൾ അതിൻ്റെ ഒരു സുഖം കിട്ടും. അത് നോക്കാം. പിന്നെ ഈ അനുപല്ലവി ഈ എന്താണ് കൊതിച്ചു പോയി, ആ തുടക്കം ഒരു അത്രയ്ക്കൊരു ഗുമ്മായില്ല. പിന്നെ എം ജെണ്ണും ഷാനൊക്കെ പറഞ്ഞില്ല, അതൊക്കെ നോക്കിക്കൊള്ളുക ഇതിൻ്റെ കൂടെ. കാര്യം ഈ ഒരു പാട്ടിന് കിട്ടേണ്ട ഒരു വികാരം കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ നന്നാകുമ്പോൾ അത്ര നല്ലതല്ലേ. അപ്പോൾ കുറേ സന്തോഷം. എൻ്റെ പ്രിയപ്പെട്ട കൈതപ്ര അണ്ണാച്ചി എഴുതിയതും കൂടാണ്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി. യശ് മാം, സൂപ്പർ. താങ്ക് യു മാം. നന്നായി പാടി. ഫാന്റാസ്റ്റിക്. കാരണം ചില ഭാഗങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേൾക്കാൻ. നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ശരിക്കും ഈ കോമ്പോസിഷനെ കുറിച്ച് ആലോചിക്കായിരുന്നു. എന്തുമാത്രം ഇതിൽ എത്ര മാൻ എന്നാണ് വന്നിരിക്കുന്നത്. ഒരേ വാക്ക് പല രീതിയിലാണ് അദ്ദേഹം നമുക്ക് തന്നിരിക്കുന്നത് ആ പാട്ടിനകത്ത് പല പല സംഗതികളിലൂടെ. അപ്പം ശരിക്കും ആ കോമ്പോസിഷൻ ഒരു ബ്രില്യൻസ്, ഫാന്റാസ്റ്റിക്, ഒരു മാസ്റ്റർ പീസ് തന്നെയാണ് സെലക്ട് ചെയ്തത്. ഈ സെലക്ഷന് യശന് വലിയൊരു കയ്യടി തരുന്നു. ഓൾ ദ ബെസ്റ്റ്. സൂപ്പർ. ഓക്കെ, അപ്പൊ നമുക്കിനി മാർക്സിലേക്ക് പോവാം. എന്തായാലും എം ജി സാറൂടെ വന്ന സ്ഥിതിക്ക് ഇനി ഔട്ട് ഓഫ് 40 മാർക്സ് വരാൻ പോകുന്നത്. ആൻഡ് ഈ പ്രാവശ്യം ഹിഡൻ മാർക്കിനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നത് നമ്മളുടെ ഷാനിക്കൊക്കെയാണ്. ധാരാടാ പണി. ഓക്കെ, ശരത് സർ, എത്രയാണ് യശിന്റെ മാർക്ക്? 8.4 മാർക്ക്. താങ്ക് യു സർ. മഞ്ജരി ചേച്ചി. യശിന്റെ ഈ പെർഫോമൻസിനുള്ള മാർക്ക് 8.5. എം ജി സർ. ഞാൻ ആദ്യമായിട്ട് വരുന്നതല്ലേ, അതാ അപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ. 8.6.
താങ്ക് യു സർ താങ്ക് യു സർ. ഷാനിക്ക താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 25.5. താങ്ക് യു. പക്ഷെ പോവാൻ വരട്ടെ, യശിന്റെ അച്ഛനും അമ്മയൊക്കെ വന്ന സ്ഥിതിക്ക് അമ്മ ഓൾറെഡി ഭയങ്കര കിട്ടിലൻ ഒരു എന്താ പറയാ ഡ്രം അല്ലെ എന്തൊക്കെയാണ് അമ്മയുടെ ടാലൻസ് പറഞ്ഞിരുന്നില്ലേ? ഡ്രംസ് വായിക്കും, മൃദംഗം പഠിച്ചിട്ടുണ്ട്, ഓ. കുഞ്ചിര വായിക്കും. വണ്ടർഫുൾ. അപ്പൊ നമുക്ക് എന്തായാലും അമ്മ ഒന്ന് ഫ്ലോറിലേക്ക് വെൽക്കം ഉറപ്പായിട്ടും ചെയ്യണം. ഉറപ്പായിട്ടും. അമ്മേ ഒന്ന് വരുമോ? ദാ നമ്മുടെ യശിന്റെ അമ്മ. നമസ്കാരം. നമസ്കാരം. നമസ്തേ ജി. അമ്മയുടെ പേര്? ഞാൻ പക്ക മലയാളിയാണ്. ആ, എന്നാ അമ്മാജി. നമസ്കാരം. നമസ്കാരം. അമ്മയുടെ പേര്? എവിടെയാണ് നാട്? നാട് MG ശ്രീകുമാർ സാറിന്റെ നാട്, ഓ നോ. ഹരിപ്പാടാണോ? ഹരിപ്പാട്. സാർ എന്റെ ഒരു 4 ദിവസത്തെ ഗുരുവാണ്. ഞാനോ? അണ്ണാ അത് എന്താ ഒരു ചെറിയ കേൾക്കണത്? ഒരു സംഭവം ഉണ്ട്. ആക്ച്വലി ഞാനൊരു 1986 കാര്യമാണ് പറയുന്നത്. നങ്ങ്യാറുകുളങ്ങളിൽ ഒരു ബദനി ബാലികാമഠം എന്ന് അറിയാം, പറഞ്ഞ എന്റെ കുഞ്ഞമ്മ സ്കൂളുണ്ട്. ഉണ്ടായിരുന്നല്ലോ അവിടെ. സാറിന്റെ അമ്മയുടെ സിസ്റ്റർ അവിടുത്തെ ഹിന്ദി ടീച്ചറാണ്. ആ, രാജമ്മ. ആയിരുന്നു ആ സമയത്ത് രാജമ്മ ടീച്ചർ. അതെ, ഞാൻ ആ സ്കൂളിലാണ് പഠിച്ചത്. ഓ ഓ. അപ്പം ഞാൻ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ വളരെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. ആ. അപ്പം ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ് രാജമ്മ ടീച്ചറിനോട് പറഞ്ഞു, ഞങ്ങളുടെ പിള്ളേരെ ഒന്ന് നല്ലൊരു ഗ്രൂപ്പ് സോങ്ങിനൊന്ന് റെഡിയാക്കണം. Yes, yes, സാറിന് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ ആ സ്റ്റോറി? yes, yes, yes. അപ്പം ഞാൻ മറന്നു ഹെഡ് കിടക്കായിരുന്നു കേട്ടോ. മിസ്ട്രസ് ഹെഡ് മിസ്ട്രസ് മദർ അൽഫോൺസ് രാജമ്മ ടീച്ചറിനോട് പറഞ്ഞു, സാറിന്റെ ഹെൽപ്പ് എടുത്ത് ഞങ്ങളെ ഒന്ന് റെഡിയാക്കണേന്ന്. അങ്ങനെ സാറ് ഞങ്ങളുടെ സ്കൂളിൽ വന്നു. അതെ. ആ ഗ്രൂപ്പ് സോങ് ലീഡ് ചെയ്തത് ഞാനായിരുന്നു. അത് വേൾഡ് ഈസ് സോ സ്മോൾ. സാർ അത് പഠിപ്പിച്ചു. ഞങ്ങള് മിടുക്കരായിട്ട് അത് പാടി ഫസ്റ്റ് പ്രൈസ്, A ഗ്രേഡ്, 5 പോയിന്റ് മേടിച്ച്. എല്ലാം മാറിക്കൊണ്ട് പോകുന്നു. ഒന്ന് ജസ്റ്റ് ഒന്ന് മൂളാവും. ഹരിഹരി മാടപ്രാവേ നീ എന്തേ വന്നു, ആശാരി മുറ്റത്ത് ഞാൻ 5 മുട്ടയിട്ടു മാളോരേ, മുറ്റത്തെവിടെ ഓ, ഇത് ചേട്ടന്റെ പാട്ടാണോ എന്റെ? മുറ്റത്തെ വല്ലാപ്ലാവിൽ മുട്ടയിട്ടു മാളോരേ. ഇതായിരുന്നു പഠിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു ഹരിഹരി മാടപ്രാവേ എന്ന് എഴുതിയിരിക്കുന്നത് കാവാലം നാരായണ പണിക്കർ സാറാണ്. ഇതിന്റെ സംഗീതം MG രാധാകൃഷ്ണൻ. സാറിന്റെ ചേട്ടന്റെ പാട്ടാണ്. അപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം, ഞാൻ സാറിനെ കണ്ടു, അന്ന് പാടി. ഇന്നിപ്പോ എന്റെ മോൻ സാറിന്റെ അടുത്ത് വന്ന് പാടുന്നു. അതൊരു സത്യം പറഞ്ഞ ഒരു ദൈവത്തിന്റെ തീരുമാനമാണത്. അല്ല, ഇനി ഒന്നുകൂടെ ഉണ്ട്. അവന്റെ കൊച്ചും വന്ന് പാടും. അങ്ങനെ ആവട്ടെ സാർ, അങ്ങനെ ആവട്ടെ. ഒരു കൊച്ചു ചവലും കൊണ്ട് വന്നു. അമ്മേ, യശിനെ നമ്മളിവിടെ എപ്പോഴും ഇങ്ങനെ ഭയങ്കര, കാരണം ഒരു ഗുഡ് ഹ്യൂമൻ ബീങ് ആണ്. ഭയങ്കര നല്ല സ്വഭാവം, Thank you so much. എല്ലാരോടും ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി. പ്രത്യക്ഷത്തിൽ അതെ. എങ്ങനെയാണ് ശരിക്കും യശ് എങ്ങനെയാണ്? എന്തിനും റെഡിയാണ്, എന്ത് സഹായത്തിനും റെഡിയാണ്. എനിക്ക് അടുക്കള ഒന്ന് തേങ്ങയൊക്കെ വരെ തിരുമ്മി തരും. ഓ, അതൊരു വലിയ ചാക്ക് നിറച്ചൊരു 4-5 തേങ്ങയൊക്കെ മേടിച്ചു ഒറ്റയടിക്ക് 4 അങ്ങ് തിരുമ്മി തരും. എന്തിനാ ഇത്തരം തേങ്ങ? സദ്യ ഉണ്ടാക്കാൻ വേണ്ടി. സദ്യ ഉണ്ടാക്കും. അല്ല, ബോംബെയിലുള്ളവർക്കെല്ലാം നിങ്ങളുടെ വീട്ടിൽ നിന്നാണോ വായിച്ചത്? അത് ഇത്രയും തേങ്ങയൊക്കെ ഞാൻ ആദ്യം കേൾക്കുക. സാറേ, വർക്ക് ചെയ്യുന്ന കാരണം അങ്ങനെ നമ്മൾ റെഡിയാക്കി ഇങ്ങനെ അപ്പം തേങ്ങയുടെ ആൾ ഇദ്ദേഹമാണ്. പിന്നെ എല്ലാം എന്റെ വീട്ടിലും കൂടെ വരണേ. പിന്നെ സാർ ഞാൻ ചേട്ടൻ book അവനൊന്ന് കൈ പൊക്കിയാ മതി, ഫാൻ എല്ലാം ക്ലീൻ ആയിക്കോളും. അതെല്ലാം ചെയ്തു. വെരി ഗുഡ്. കാരണം ഞാൻ സ്റ്റൂളിലൊന്നും കയറി നിൽക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കൈ പൊക്കിയ ഫാനൊക്കെ റെഡിയാക്കി ക്ലീൻ ആക്കി തരും. അങ്ങനെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ചൈൽഡാണ്. അല്ല, എന്താ നക്ഷത്രം? ആയില്യം. 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 ചുമ്മാതല്ല. അല്ല, ഞാനിത് ചോദിക്കാൻ കാര്യം, കണ്ടോണ്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു മനസ്സിൽ തോന്നലുണ്ടാകുന്നെങ്കിലും ഉണ്ടായിക്കോട്ടെ. കല്യാണാലോചന. നല്ല പയ്യനാണ്. ആയില്യ നക്ഷത്രം. അമ്മേ പറ, യശിന് ഗേൾ ഫ്രണ്ട് ഉണ്ടായിട്ടുണ്ടോ? യശിന് ഗേൾ ഫ്രണ്ട് ഇല്ല. ഇതുവരെ ഇല്ല. യശിന് ഇതുവരെ ഗേൾ ഫ്രണ്ട് ഇല്ല. ഇല്ല. അല്ല, അത് ഇന്നലെ എന്റെ അടുത്ത് ഒരു പറഞ്ഞത് പക്ഷെ അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാണോ? അല്ല സാറേ, കാരണം അവൻ സ്നേഹിക്കുന്നതും പ്രേമിക്കുന്നതും ഒക്കെ ഒരു കാര്യമേ ഉള്ളൂ, അവന്റെ മ്യൂസിക്. വണ്ടർഫുൾ വണ്ടർഫുൾ വണ്ടർഫുൾ. അപ്പൊ അതൊരു വലിയ ആഡഡ് അട്രാക്ഷനാണ്. അതായത് തേങ്ങ ചരവും ഫാൻ തുടയ്ക്കും, ഗേൾ ഫ്രണ്ട് ഇല്ല. പിന്നെ സംഗീതമേ ജീവിതം. ഇതമേ ജീവിതം. അപ്പൊ ഇനി മാട്രിമോണിന്റെ ഒന്നും ആവശ്യമില്ല. ഇല്ല. യശിന് ഇത് കഴിഞ്ഞ ഇതിനേക്കാളും ഉടനെ വലുത് ഇനി വേറെ ഒന്നുമില്ല. മോനെ, ഈ എപ്പിസോഡ് കട്ട് ചെയ്താൽ കഴിച്ചാൽ മതി. എന്നെ കുറിച്ച് ജാതകം ഒന്നും അയക്കണ്ട. ജാതകത്തിന് വരും ഒരു എപ്പിസോഡ്. അതെ. ഓക്കെ, അമ്മ ഭയങ്കര ടാലന്റഡ് ആണെന്ന് യശ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്.
ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് വായിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി എന്തായാലും പെർഫോം ചെയ്യണം. ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇൻസ്ട്രുമെന്റ് ഡ്രംസ് വായിക്കുന്നതാണ്. പിന്നെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നത്, റിട്ടയർമെന്റിന് മുമ്പായിട്ട് ഓർ ആഫ്റ്റർ റിട്ടയർമെന്റ് ഐ വോണ്ട് ടു യൂസ് ദിസ് ടാലന്റ് ഇൻ മീ ടു എഡ്യൂക്കേറ്റ് സ്റ്റുഡൻസ്. കാരണം സാർ, ഇത് ജസ്റ്റ് നോട്ട് ആൻ ഇൻസ്ട്രുമെന്റ്. കാരണം നമ്മുടെ കംപ്ലീറ്റ് ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ കിട്ടുന്ന ഒരു വലിയൊരു ഇൻസ്ട്രുമെന്റ് ആണ് ഈ ഡ്രം സെറ്റ് എന്ന് പറയുന്നത്. കൈയും കാലും തലയും ചെവിയും. തീർച്ചയായിട്ടും ഐ തിങ്ക് ദ ന്യൂ ജനറേഷൻ നീഡ്സ് ദീസ് കൈൻഡ് ഓഫ് മൈൻഡ് ഡൈവേർഷൻസ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അമ്മ റിട്ടയർ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, അമ്മ എന്താ ചെയ്യണേ? ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറാണ്. സോ ഐ ടീച്ച് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. ഐ ഷുഡ് സേ ടെക്നിക്കൽ സൈഡിനോട് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. അതാണ് മ്യൂസിക് വിട്ടുപോയത് കയ്യിൽ നിന്ന്. പക്ഷെ ഐ ഹാവ് നോ റിഗ്രറ്റ്സ്. അവനെടുത്തോളം മ്യൂസിക്കിന്റെ ആ സെക്ഷൻ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അമ്മയുടെ പെർഫോമൻസ് കാണണം. ഞാൻ കഞ്ചിറയിൽ എന്തെങ്കിലും വായിച്ചാലോ? ഇഷ്ടപ്പെടുവോ? പിന്നെ കഞ്ചിറ എന്നുള്ള ഇൻസ്ട്രുമെന്റിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ഓടി വരുന്ന ഹരിശങ്കർ സാറാണ്. എക്സാക്ട്ലി. അപ്പൊ നമുക്ക് എന്തായാലും പെർഫോമൻസ് കാണാം. യെസ്. ഓക്കെ. അപ്പൊ ഒരു സന്തോഷമുള്ള ഒരു പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് സങ്കടം. ഒരു പാട്ട് കേൾക്കാല്ലേ? പാടാൻ വരുന്നു നമ്മളുടെ കമോൺ എവരിബഡി അർച്ചന. ഒരു സോങ് പറയേണ്ട കാര്യമില്ല, അണ്ണാച്ചിയുടെ പാട്ടാണ്. മോക്ക് നല്ലൊരു ശബ്ദമുണ്ട്, നല്ല റേഞ്ച് ഉണ്ട്, ബേസ് ടോൺസ്. ഇത് ദാസേട്ടനൊക്കെ പാടുമ്പോഴത്തേക്ക് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം, ആ ബേസ് ടോണൊക്കെ വരുമ്പോൾ. അപ്പം അവിടെയൊക്കെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് സംഗതികൾ, അതിൻ്റെ ക്ലാരിറ്റി, അതിൻ്റെ ചില ക്രൊമാറ്റിക് നോട്ട്സ് വരുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് ഈ കണ്ണീർ വാർന്ന് നിൽക്കും, അതൊന്ന് പാടാവുന്നു. കണ്ണീർ വാർത്തു നിൽക്കും, അവിടെ വിബ്രാറ്റോ ഇല്ല, പാടിക്ക്. കണ്ണീർ വാർത്തു നിൽക്കും, ആ മണ്ണിൻ സ്നേഹതാപം, അവിടെ ശ്രുതി. മണ്ണിൻ മണ്ണിൻ സ്നേഹതാപം, സ്നേഹതാപം. കറക്റ്റ്. അതുപോലെ തന്നെ ഓമൽ തിങ്കൾ ആ ചരണത്തിൽ ആ ഒരു പോർഷൻ, ഈ രണ്ട് പോർഷനാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. ഒന്ന് പാടാവോ? ഓമൽ തിങ്കളിൽ ആ കറക്റ്റ്. അപ്പം ഇതുപോലത്തെ കുറച്ച് സ്ഥലങ്ങളാണ്, എങ്കിലും ഇത് പാടാൻ പ്രയാസമുള്ളൊരു പാട്ടാണ്. നമ്മൾ നന്നായിട്ട് തന്നെ പാടി കേട്ടോ, ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ ഒന്നുകൂടെ പേടിക്കാതെ തന്നെ പാടുക. അണ്ണാച്ചി പാവമാണ്, അണ്ണാച്ചിയുടെ പാട്ടുകൾ പാവമല്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഷാനിക്ക. അർച്ചന സർ നന്നായിട്ട് പാടി. താങ്ക് യു സർ. എനിക്ക് തോന്നിയത് ഒരു എക്സസ് എമൗണ്ട് ഓഫ് വിബ്രാട്ടോ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഈ പേടി കാരണം വന്നതാണോ ടെൻഷൻ കാരണം വന്നതാണോ എന്നുള്ളത് അത് യു ഹാവ് ടു ഫിക്സ്.
അത് നമ്മളിപ്പം ഇതുപോലത്തെ അവസരങ്ങൾ ഇനിയും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ പതറാതെ നിന്ന് പോരാടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ആ ഒരു എക്സസ് വിബ്രാട്ടോ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. പിന്നെ ഒരു ഉഗ്രൻ കോമ്പോസിഷൻ, വേറെ ഒന്നും പറയാനില്ല ഈ മനുഷ്യനെ പറ്റിയിട്ട്. എനിക്ക് ആ പല്ലവിയിൽ അർച്ചന തുടങ്ങിയത് എന്താണ് പാടിയതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഇപ്പം ടെക്നിക്കലി സ്പീക്കിംഗ് മൈക്ക് പ്ലേസ്മെന്റ് നമുക്ക് ഒന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ മോളെ, നന്നായിട്ട് തന്നെ പാടി കേട്ടോ. മോളെ ഷാൻ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ പറയാനിരുന്ന, കാരണം ആ മൈക്ക് നമ്മൾ ഒരുപാട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാല് ഒരു ഒന്നകത്തി ഒന്ന് ഒരു വരി ഒന്ന് പാടി, പല്ലവി ഡിസ്റ്റൻസ് ഒരു ജസ്റ്റ് ഇത്രയും. പറയൂ നിൻ ഹംസഗാനം Close. പാടി. യെസ്, അങ്ങനെ അങ്ങനെ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒന്ന് നോക്കണം കേട്ടോ. അത്രേ ഉള്ളൂ അർച്ചന, നന്നായിട്ട് തന്നെ പാടി. യു ആർ എ വെരി വേഴ്സറ്റൈൽ സിംഗർ. എല്ലാ ടൈപ്പ് പാട്ടുകളും പാടാൻ പറ്റുന്നുണ്ട്. വെരി ഗുഡ്, കീപ് ഇറ്റ്. Thank you, sir. All the Thank you. ഇതിന്റെ ഇടയെ കൂടെ ആ ആരും അറിയാതെ ഒരു നിഴലുണ്ടായിരുന്നു. സഞ്ജയ് അയ്യോ ശരിയാ, അയ്യോ, സഞ്ജയ് ലീല ബൻസാലി. അയ്യാടാ. അടിപൊളിയായിരുന്നടാ. ഒരുപാട് ഹമ്മിങ് ഉണ്ടായിരുന്നു അല്ലേ? ഒരുപാട്. പക്ഷെ നന്നായി പാടി മോനെ. നന്നായിരുന്നു. പ്രത്യേകിച്ച് ഈ സിംഗിങ്ങിന്റെ ഇടയിൽ കൂടെ വരുന്ന ഹമ്മിങ് ആണ് കോംപ്ലിക്കേറ്റഡാ അത്. എതൊക്കെ സർ സാറും വന്ന് പാടാൻ നല്ലോണം പേടിയുണ്ടായിരുന്നു. സാറും വന്ന് പാടാൻ അതിന് എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി, ഇവിടെ മൊത്തം ഭയപ്പെടുത്തുന്ന ഒരു ഭീകരൻ. ഇത്ര പാവമായിട്ടുള്ള ഞാന്. സാർ ഹാപ്പി ആയില്ലേ? ഓക്കെ, മാർക്ക് ചോദിക്കാം. ശരത് സർ. അർച്ചന 8.3 മാർക്ക്. Thank you, sir. Thank you. താങ്ക് യു ശരത് സർ. ചേച്ചി. അർച്ചന 8.3 മാർക്സ്. Thank you. താങ്ക് യു ചേച്ചി. എം ജി സർ. 8.4. Thank you, sir. Thank you. താങ്ക് യു സർ. ഷാനിക്ക. ദേ കിടക്കുന്നു. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. സോ ടോട്ടൽ 25. Thank you. Ni pa maga